കണ്ണൂരിൽ കലാപത്തിന് തീകൊളുത്തിയിരിക്കുന്നു CPM. നിസ്സാരമായൊരു കാരണത്തിൻ്റെ പുറത്ത് കണ്ണൂർ ജില്ല മൊത്തം അത് ഇന്നലെ തളിപ്പറമ്പിൽ വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ വ്യാപകമാക്കുകയാണ് ഈ അക്രമം മുഴുവൻ. എന്താണ് CPMൻ്റെ ലക്ഷ്യമെന്ന് ഞങ്ങൾക്കറിയില്ല. CPMൻ്റെ സംസ്ഥാന നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള അക്രമമാണോ ഈ അക്രമം? അതല്ല, അറിയാതെ തെണ്ടികൾ, തെമ്മാടികൾ, അക്രമത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുന്ന CPMൻ്റെ ഗുണ്ടകൾ, അവരുടെ ആലോചനയുടെ ഭാഗമാണോ ഇത് എന്നത് പാർട്ടി വ്യക്തമാക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. കണ്ണൂർ ജില്ല ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ചെങ്കോട്ടയാണ്. ആ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക പറപ്പിച്ച് ഇവിടെ കോൺഗ്രസ് നേതൃത്വം, കോൺഗ്രസ് പാർട്ടി അധികാരത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന ഓർമ്മ CPMന് ഉണ്ടാവണം. ഇവിടെ പാർലമെൻ്റ് ആയാലും അസംബ്ലി ആയാലും ഒക്കെ നമുക്ക് ഭൂരിപക്ഷം കിട്ടുന്ന ഒരുപാട് മണ്ഡലങ്ങളും പാർലമെൻറ്റും ഒക്കെ നമ്മുടെ കയ്യിലാണ്. ഇവിടെ കോൺഗ്രസ് വളർന്നു എന്നതിൻ്റെ തെളിവാണ്. ആ വളർന്ന കോൺഗ്രസിനെ തകർക്കാമെന്ന് CPM കരുതുന്നുവെങ്കിൽ ആ കരുതലിൻ്റെ മുമ്പിൽ ആയിരങ്ങൾ വേണ്ടി വന്നാൽ ആത്മാഹുതി ചെയ്യാൻ കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ തയ്യാറാണ്. ഞങ്ങളെ ഭയപ്പെടുത്തേണ്ട, ഞങ്ങൾ ഭയപ്പെടുന്നവരല്ല, ഞങ്ങൾ ഭയപ്പെട്ട് മുമ്പോട്ട് പോവില്ല. നിങ്ങളെ തിരിച്ചടിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ, ഞാൻ CPMൻ്റെ നേതാക്കന്മാരെ പറയുന്നു, അച്ഛനെയൊക്കെ വിളിച്ചു പറഞ്ഞ നേതാവിൻ്റെയൊക്കെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. സംസ്കാരമില്ലാത്ത, സാമൂഹ്യ ബോധമില്ലാത്ത, രാഷ്ട്രീയ ബോധമില്ലാത്ത അല്പന്മാരായ ഒരു വിഭാഗം നേതാക്കന്മാർ CPMനെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടു എന്ന് ഞാൻ സംശയിക്കുന്നു. അതിൻ്റെ ഭാഗമാണോ ഇത് എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. അതുകൊണ്ട് CPMൻ്റെ നേതൃത്വം ഇടപെടണം. അടിയന്തരമായ വിഷയത്തിൽ ഇടപെട്ട് വർഷത്തിനകത്ത് പരിഹാരമുണ്ടാക്കണം. അക്രമം നടത്തിയ, തെമ്മാടിത്തം നടത്തിയ അത്തരം പാർട്ടിക്കാരെ പാർട്ടി നടപടിക്ക് വിധേയമാക്കാൻ CPM തയ്യാറാകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഞങ്ങളും ചെയ്യേണ്ടി വരും എന്ന് മാത്രം ഞാൻ പച്ച മലയാളത്തിൽ CPMൻ്റെ നേതാക്കന്മാരെയും നേതൃത്വത്തെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഉറപ്പായിട്ടും ഞങ്ങൾ 100 രാഹുൽ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിൻ്റെ സ്റ്റാച്യു ഞങ്ങൾ കണ്ണൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലുണ്ടാക്കും. ഈ ആക്രമണം നടന്ന പ്രദേശങ്ങളിലെല്ലാം ഞങ്ങൾ കോൺഗ്രസിൻ്റെ ഗാന്ധി സ്തൂപമുണ്ടാക്കും. ആ സ്തൂപം ഞങ്ങൾ സംരക്ഷിക്കും, തർക്കമൊന്നും വേണ്ട. അതിനുള്ള തൻ്റെ നട്ടലും ഒക്കെ കോൺഗ്രസ്സുകാർക്ക് ഇവിടെയുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, നേതാക്കന്മാരെ, അവരെ CPMൻ്റെ അണികളെ, ഗുണ്ടകളെ പ്രോത്സാഹിപ്പിക്കുന്ന നേതാക്കന്മാരോട് ഞാൻ പറയാം, മറന്ന് കളിച്ചാൽ ആ മറവി നിങ്ങൾക്ക് ഒരുപാട് ദോഷം ചെയ്യുമെന്ന് മാത്രം ഞാൻ ഈ സന്ദർഭത്തിൽ അവരെ ഓർമ്മിപ്പിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നു. എവിടെയെങ്കിലും വെക്കാൻ ഈ CPM എന്ന് പറയുന്ന തെണ്ടികളുടെ അനുമതി വേണം നമുക്ക്. ഇന്ത്യ രാജ്യത്ത് ഈ രാഷ്ട്രത്തെ കണ്ടെത്തിയ, ഈ രാഷ്ട്രത്തിന് ആത്മാവ് പകർന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുഖമുദ്രയായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാഷ്ട്രപിതാവിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് CPMന് സമ്മതം വേണോ? ഇന്ത്യ രാജ്യം മുഴുവൻ കടപ്പെട്ട ഒരു ദേശീയ നേതാവാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. ആ രാഷ്ട്രപിതാവിൻ്റെ ഒരു സ്റ്റാച്യു വെക്കാൻ CPMൻ്റെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞാൽ ഇത്രയും വിവരം കെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പതനം ഞങ്ങൾ സഹിക്കുന്നു, ഞങ്ങൾ കേൾക്കുന്നു, ഞങ്ങൾ തലകുനിക്കുന്നു.